ഇപ്പോൾ തിരുവനന്തപുരത്ത് എൻട്രൻസ് കമ്മീഷണർ ഓഫീസ് KSU പ്രവർത്തകർ ഉപരോധിക്കുകയാണ് തത്സമയം. ഹലോ. തിരുവനന്തപുരത്ത് KSU പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. എൻട്രൻസ് കമ്മീഷണർ ഓഫീസ് ഉപരോധമാണ് നടക്കുന്നത്. പോലീസുമായി നേരിയ തോതിൽ സംഘർഷമുണ്ടാവുകയും ഉന്തും തള്ളും ഉണ്ടാവുന്നതുമാണ് കാണുന്നത്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഉപരോധമാണ് KSU അവിടെ നടത്തുന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസ് പൂർണ്ണമായും അവിടെയുള്ള നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. PR പ്രവീണയുണ്ട് അവിടെ നിന്ന്. പ്രവീണ, ഇപ്പോൾ പ്രവർത്തകരെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എത്തരത്തിലായിരുന്നു ഉപരോധം? കീം പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലാണ് എൻട്രൻസ് കമ്മീഷണറെ ഉപരോധിക്കാൻ KSU തീരുമാനിച്ചത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ നേരിട്ടെത്തിയായിരുന്നു ഉപരോധ ശ്രമം. എൻട്രൻസ് കമ്മീഷണറെ കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇവരെത്തിയത്. പക്ഷേ വൻ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു. അവർ തടഞ്ഞു. പിന്നീട് പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. വലിയ ഉന്തും. പ്രവീണ, ഇപ്പോൾ എത്രത്തോളം പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു? മറ്റ് വിവരങ്ങൾ എന്തെല്ലാമാണ് ഈ ഉപരോധവുമായി ബന്ധപ്പെട്ടുള്ളത്? തിരുവനന്തപുരത്താണ് എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസ് KSU ഉപരോധിച്ചിരുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് ശാന്തരാക്കി മടക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒക്കെ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. KSUവിൻ്റെ പ്രതിഷേധമാണ്. കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിലുള്ള KSUവിൻ്റെ പ്രതിഷേധം അറിയിക്കാനായി ഉപരോധത്തിനായി എത്തിയതാണ് പ്രവർത്തകർ. ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിലുള്ള എൻട്രൻസ് പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിലേക്കാണ് പ്രവർത്തകർ എത്തിയത്. താഴെയുള്ള പോലീസിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് എത്തിയത്. പ്രവീണയുണ്ട് അവിടെ നിന്നും. പ്രവീണ, തുടരാം.
നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന നടപടിയാണ് സർക്കാർ തീരുമാനിച്ചത്. മന്ത്രിസഭാ യോഗത്തിൽ പോലും എതിരഭിപ്രായം ഉണ്ടായിട്ടും ഇത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ രീതിയാണ് ഇതിന് പിന്നിലെന്നുള്ള ആരോപണം ഉയർത്തിയാണ് KSU പ്രവർത്തകർ, ആദേശ് സുധർമ്മന്റെ നേതൃത്വത്തിലുള്ള KSU പ്രവർത്തകർ ഇവിടേക്ക് ഉപരോധവുമായി എത്തിയത്. സാധാരണഗതിയിൽ എൻട്രൻസ് കമ്മീഷണറെ നേരിൽ കാണണം. അതിന് KSU പ്രവർത്തകർ, അതായത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ എന്നുള്ള നിലയിൽ തങ്ങൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞാണ് താഴെ നിന്ന് ഈ എൻട്രൻസ് കമ്മീഷൻ ഓഫീസിന്റെ താഴെ നിന്ന പോലീസിനെയും വെട്ടിച്ച് അവർ അകത്തേക്ക് എത്തിയത്. എന്നാൽ ഇവിടെ വൻ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. പോലീസുമായി വലിയ തരത്തിലുള്ള ഉന്തും തള്ളും ഉണ്ടായി. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെ 7ാം നിലയിലാണ് എൻട്രൻസ് കമ്മീഷൻ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് എത്തിയാണ് 8 പേരടങ്ങുന്ന സംഘം എൻട്രൻസ് കമ്മീഷണറെ ഉപരോധിക്കാൻ നോക്കിയത്. പക്ഷേ പോലീസ് അകത്തേക്ക് കയറാൻ, അതായത് എൻട്രൻസ് കമ്മീഷൻ ഓഫീസിനുള്ളിലേക്ക് കയറാൻ അനുവദിച്ചില്ല. ഓഫീസിന് പുറത്തു വച്ച് തന്നെ അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ശരി പ്രവീണ.